Good morning, dear students. Once again, welcome to engineering graphics class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷനിങ്ങിന്റെ എക്സസൈസ് ആണ് ചെയ്തത്. അതാണ് ബോർഡിൽ കാണുന്നത്. അതൊന്നുകൂടി കുറച്ചു പേർക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം. ഇത് തെറ്റായ രീതിയിലാണ് ഡയമെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് തെറ്റായ രീതിയിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഡ്രോ ദ ക്വസ്റ്റ്യൻ ആസ് ഇറ്റ് ഈസ്. ക്വസ്റ്റ്യൻ അതേപോലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതേപോലെ ബുക്കിൽ വരയ്ക്കണം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് വരയ്ക്കണം. ക്വസ്റ്റ്യന് ഉണ്ട് ഡ്രോ ദ ഗിവൺ ഫിഗർ ആൻഡ് ഡയമെൻഷൻ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുമ്പോഴും അസൈൻമെന്റ് ആൻസർ ചെയ്യുന്ന സമയത്തും ആൻസർ മാത്രം എഴുതിയാൽ മതി. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കില്, നോട്ട്ബുക്കില് അല്ലെ സ്കെച്ച് ബുക്കില് വരയ്ക്കണം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ആൻസർ എന്നുള്ളത്. അപ്പൊ പല കുട്ടികളും അത് ഗ്രൂപ്പിൽ ഞാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നിരുന്നാൽ പോലും വീണ്ടും വിളിക്കും. അത് ശരിയല്ല. ഗ്രൂപ്പിലെ നിർദ്ദേശങ്ങൾ വായിക്കുക. പിന്നെ രണ്ടാമത്തത്, മൂഡിൽ പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് കാണാനായിട്ട് എല്ലാ നിർദ്ദേശങ്ങളും എങ്ങനെയാണ് മൂഡിൽ ലോഗിൻ ചെയ്യേണ്ടത്, അതിന്റെ ലിങ്ക് ഐ ഡി എല്ലാം ഞാൻ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ക്ലാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താണ് പാസ്വേഡ് എന്നുള്ളത്, യൂസർ നെയിം നിങ്ങളുടെ ഫോൺ നമ്പറാണ്. നിങ്ങൾ ഒഫീഷ്യലായിട്ട് നിങ്ങൾ കോളേജിൽ ചേരുന്ന സമയത്ത് തന്നിരിക്കുന്ന ഫോൺ നമ്പറാണ് യൂസർ നെയിം. പാസ്വേഡ് ക്യാപിറ്റൽ MPTC#123. അത് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പാസ്വേഡ് മാറ്റണം. അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വായിച്ചു നോക്കാതെ ചുമ്മാ ഇങ്ങനെ മെസ്സേജുകൾ വിട്ടുകൊണ്ടിരിക്കുക, അത് ശരിയല്ല. നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്ന കുട്ടികളാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഒരെണ്ണം കണ്ടിട്ട് ഉടനെ അടുത്ത് മനസ്സിലായല്ലോ കുട്ടി വിളിക്കുകയല്ല ചെയ്യേണ്ടത്, അല്ലെ മെസ്സേജ് അയക്കുകയല്ല ചെയ്യേണ്ടത്. അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾ തന്നെത്താൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഗൂഗിൾ ക്ലാസ് റൂമിൽ പല കുട്ടികളും ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇടണം എന്ന് പറഞ്ഞിട്ട് വേറെ പല ഫോട്ടോസ്, ബൈക്കിലിരിക്കുന്നതും കാറിലിരിക്കുന്നതും കാട്ടിലിരിക്കുന്നതും, അതൊക്കെ പാടില്ല. പാസ്പോർട്ട് സൈസ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ ഇടണം. അല്ലെങ്കിൽ 1-ാം തീയതി കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾ റിമൂവ് ചെയ്യും. അതിന് ഇന്ന ഡേറ്റ് ഒന്നൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് അതേപോലെ ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ പേര് എങ്ങനെയാണോ അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരുന്ന പേര്. അപ്പൊ അത് ഇമെയിലിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് ആഡ് ചെയ്തിരിക്കണം. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിങ്ങളുടെ പോളിടെക്നിക് കോളേജിൽ കൊടുത്തിരിക്കുന്ന അതേ പേര്, അല്ലെ SSC ബുക്കിലുള്ള അതേ പേര് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് ഒന്നും പാടില്ല. ഇത് നേരത്തെ ഒരു വട്ടം ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നിരുന്നാൽ കൂടി ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇടണം. നിങ്ങൾ തിരിച്ചറിയാനും നിങ്ങളുടെ ഗ്രേഡിംഗ് നടത്തുമ്പോൾ നിങ്ങളുടെ പേരിന്റെ അനുസരിച്ചാണ് ഗ്രേഡിംഗ് നടത്തുക. ആ റിപ്പോർട്ട് നമുക്ക് ഡയറക്ടറേറ്റിൽ അയക്കുമ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ്. ഇല്ലാത്ത പേരിൽ നമുക്ക് അയക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പേര് ഒഫീഷ്യലായിട്ട് നോക്കുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കില്ല. അപ്പൊ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ ഡയമെൻഷനിലേക്ക് വരാം. ഡയമെൻഷൻ ചെയ്ത ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഫിഗർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലെങ്ത് ആദ്യം, ടോട്ടൽ ലെങ്ത് എത്രയാണ് നോക്കുക, ഹൈറ്റ് എത്രയാണ് നോക്കുക, മാക്സിമം ഹൈറ്റും മാക്സിമം ലെങ്ത്തും നോക്കുക. ഈ ഫിഗറിൽ 130 ആണ്. ഇതിന്റെ എക്സ്ട്രീം ബൗണ്ടറീസ് ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് ഫിഗർ, ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നത് ഡയമെൻഷൻസ് ആണ്. അപ്പൊ എക്സ്ട്രീം എൻഡുകളിൽ എങ്ങനെയാണ് നോക്കുക, 130 ആണ്. ഹൈറ്റ് ഇവിടെ 45, 35 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ഇവിടെ താഴേക്കുണ്ട്. അപ്പൊ അത് ആയിരിക്കുമ്പോൾ 90 ആണ്. 90ന്റെ ഒരു റെക്റ്റ് ആംഗിൾ വരച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ ഈ ഫിഗറിനും മാക്സിമം ഹൈറ്റ് ലെങ്ത് 140 ആണ്. ഹൈറ്റ് 120 പ്ലസ് ഈ റേഡിയസ് 25. അതുപോലെ ഇത് 535 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 5 അല്ല 6 ആണ് വേണ്ടത്. ശരിയായ റൈറ്റിംഗ് തൊട്ട് താഴെ ഉണ്ട്. എന്നാലും ചോദിക്കും ഇതെങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്. 35 എടുത്ത് കോമ്പസിൽ എടുത്ത് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് ഏതൊരു കൊച്ചുകുഞ്ഞിനും മനസ്സിലാകുന്നതാണ്. ഒന്ന് മനസ്സിലാക്കി ചെയ്യുക. അപ്പൊ ഇതാണ് ഡയമെൻഷനിങ്ങിനെ കുറിച്ചുള്ള പറയാനുള്ളത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജോമെട്രിക് കൺസ്ട്രക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്.
അപ്പം നിങ്ങൾ സ്ക്വയർ വരെ കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ടാവും. ട്രയാങ്കിള്, സർക്കിള്, സ്ക്വയർ ഒക്കെ കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ടാവും. ലൈൻ ബൈസെക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളുള്ള പോളിഗൺസ്, പോളിഗൺ മീൻ 3ൽ അധികം വശങ്ങളുള്ള ആ ഫിഗേഴ്സിനെയാണ് പോളിഗൺസ് എന്ന് പറയുന്നത്. 3 സൈഡ്സ് ആണെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയും, 4 ആണെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ. അത് റെഗുലർ പോളിഗൺ ആണെങ്കിൽ തുല്യ സൈഡുകളായിരിക്കും, എല്ലാ വശങ്ങളും ഒരേപോലെ ആയിരിക്കും. അപ്പൊ എല്ലാ വശങ്ങളും തുല്യമായ ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ വശവും തുല്യമായ 4 സൈഡുള്ള ഒരു ഫിഗർ ആണ് സ്ക്വയർ. ദെൻ 5 വശങ്ങളുണ്ടെങ്കിൽ പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നോണഗൺ. അങ്ങനെ എങ്ങനെ ഫിഗേഴ്സ് വരയ്ക്കാം, പല പല മെത്തേഡ്സിൽ ഇതെങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ലൈൻ ഡിവൈഡ് ചെയ്യുന്നത്, ഒരു ലൈനിനെ ഈക്വൽ പാർട്സ് ആയിട്ട്, വി ആർ ഗിവൺ എ പർട്ടിക്കുലർ ലെങ്ത് ലൈൻ. അതിന്റെ അളവൊന്നും തന്നിട്ടില്ല, നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്, ചുമ്മാ ഒരു ലൈൻ. എ ലൈൻ AB is given. AB ലൈനിന്റെ എൻഡ് പോയിന്റുകൾ മാർക്ക് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. AB, ഒരു AB ലൈൻ തന്നിട്ടുണ്ട്. ഡിവൈഡ് ദ ലൈൻ ഇൻടു 7 ഈക്വൽ പാർട്സ്. സാധാരണ നമുക്ക് അറിയാവുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് അളന്നു നോക്കും, എന്നിട്ട് അതിനെ 7 കൊണ്ട് മാത്തമാറ്റിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ബട്ട് ഗ്രാഫിക്കലി ഇറ്റ് ഈസ് ഡിഫറൻറ്റ്. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന മെത്തേഡ് വെച്ചാൽ ഒരു ലൈൻ തന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് എത്രയെങ്കിലും പാർട്സ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ 7 പാർട്ടാണ്. സോ ഡ്രോ അനദർ തിൻ ലൈൻ. അടുത്ത കളറിൽ വരയ്ക്കാം. ഒരു തിൻ ലൈൻ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക, തിൻ ലൈൻ ആയിട്ട്. ലെറ്റ് ഇറ്റ് ബി AC എന്നിരിക്കട്ടെ. ഇനി ഈ ലൈനിനെ ഇഷ്ടമുള്ള അകലത്തില്, ചെറിയ ചെറിയ അകലത്തില്, കോമ്പസില് ഒരു അളവെടുക്കുക, 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 7 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 1 2 3 4 5 6 7 7 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് ഇത്ര അളവൊന്നുമില്ല. ഈക്വൽ പാർട്ടായിട്ട് AB ഒരു ലൈൻ ലെങ്ത് ഉണ്ട്, അതിന് അളവ് തന്നിട്ടില്ല, അൺനോൺ ലെങ്ത് ആണ്. നമ്മളൊരു സൗകര്യത്തിന് 15 ഡിഗ്രി ചരിവിൽ, 15 മുതൽ 20 ഡിഗ്രി ചരിവില് ഒരു തിൻ ലൈൻ വരയ്ക്കുക. അതിന്റെയും അളവ് എത്രയെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ സൗകര്യത്തിന് കോമ്പസില് ഒരു നിശ്ചിത അളവെടുക്കുക, 7 പാർട്ടായിട്ട്, 1 2 3 4 5 6 7 പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. 7 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ AC എന്നിരിക്കട്ടെ, ആ ലൈനിന്റെ പേര് AC. നൗ ജോയിൻ, ഫസ്റ്റ് ജോയിൻ ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുക. ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്തു. ദെൻ ഓരോ പോയിന്റിൽ നിന്നും BCക്ക് പാരലായിട്ട്, ഇതിപ്പോ 1 2 3 4 5 6 7 പാർട്സ് ആയി. ഓരോ പോയിന്റിൽ നിന്നും BCക്ക് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ഓരോ പോയിന്റിൽ നിന്നും BCക്ക് പാരലായിട്ട് ലൈൻ വരച്ചു. കണ്ടോ? അപ്പൊ ഇത് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇത് 1 2 3 4 5 6 7 ഇതിനെ 1 dash 2 dash 3 dash 4 dash 5 dash 6 dash 7 dash എന്ന് മാർക്ക് ചെയ്താൽ. അപ്പം തന്നിരിക്കുന്ന ലൈനിനെ നമ്മൾ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് 7 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം.
എ ലൈൻ എ ബി ഈസ് ഗിവൺ ഓഫ് അൺനോൺ ലെങ്ത് തന്നിട്ടില്ലാത്ത ഒരു ലൈൻ, അതിനെ 7 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. 7 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഇൻക്ലൈൻ ലൈൻ, ഒരു 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ചരിവില് ഒരു ഇൻക്ലൈൻ ലൈൻ തിന്നായിട്ട് വരയ്ക്കുക. നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെറിയ അളവ് കോമ്പസ് എടുക്കുക, 7 പാർട്ടായിട്ട് അവിടെ മാർക്കിങ്സ് കൊടുക്കുക. അതിന് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 7 ഡാഷ് വരെ കിട്ടും. ചിലർക്ക് ഈ എൻഡ് പോയിന്റ് ഇവിടെ ആയിരിക്കും ഇടുക, ചിലർക്ക് ഇവിടെ തന്നെ 7 ഇവിടെ കിട്ടും. അപ്പൊ അതിൽ അർത്ഥമില്ല, ഇത് നേരെ വരണമെന്ന് അർത്ഥമൊന്നുമില്ല. 7 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ദെൻ എൻഡ് പോയിന്റും ബിയും തമ്മിൽ ജോയിൻ ചെയ്യാം. ആ ലൈനിന് പാരലായിട്ട് ഓരോ പോയിന്റിൽ നിന്നും എ ബിയിലേക്ക് ലൈൻ പ്രൊഡ്യൂസ് ചെയ്യാം. Then our required line is divided into 7 parts, or the given line is divided into 7 parts. Okay. അപ്പൊ ഇതാണ് ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത്. Now ഒരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. If you are given a line PQ, അതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എങ്ങനെയാ? PQയില് P കേന്ദ്രമായിക്കൊണ്ട് Q കേന്ദ്രമായിക്കൊണ്ട് പകുതിയിൽ കൂടുതൽ അളവെടുത്തിട്ട് ആർക്ക് ഇവിടെയും കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും. സെയിം P കേന്ദ്രമായിക്കൊണ്ട് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക. നേരെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ PQവിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കാം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അത് നേരെ സെന്ററിൽ കൂടി പോകുന്നത്. ഇനി സെന്ററിൽ അല്ലാതെ ഒരു പോയിന്റ് വന്നാൽ എങ്ങനെ ചെയ്യും? നമുക്ക് ഇവിടെയാണ് R എന്നുള്ള പോയിന്റ് ഉള്ളത്. R എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. ഈ Rല് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതാണ് ചെയ്യേണ്ട മെത്തേഡാണ്. R കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഒരു എത്രയെങ്കിലും റേഡിയസിൽ ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു. 6 കേന്ദ്രമാക്കുന്നത് ഇഷ്ടമുള്ള റേഡിയസ്, സെയിം റേഡിയസില് ഇവിടെ കുത്തിയിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യുക, അതേ കുത്തിയിട്ട് അടുത്തത് ഇവിടെയും കട്ട് ചെയ്യുക. സെയിം റേഡിയസ് 6ൽ നിന്ന് ഒരു ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു ആർക്ക് വരച്ചു, അതേ റേഡിയസിൽ ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യുക, സെയിം കുത്തിയിട്ട് അടുത്ത ആർക്ക് കട്ട് ചെയ്യുക. We will get 2 points. With these 2 points അതിനെ എ എന്നും ബി എന്നും ഇരിക്കട്ടെ. ഇത് സി ആണ്. ഇനി എയിലും ബിയിലും കുത്തി സെയിം റേഡിയസില് ഇങ്ങനെ എ കുത്തി ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനാണ് ഒരു പോയിന്റിൽ ലൈനിന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്തത്. ഇത് നേരത്തെ ചെയ്തിട്ടുണ്ട്, ചെറിയ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് പഠിച്ചോളൂ. ഒരു ആ ലൈനിനെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് സെന്ററിൽ നിന്ന് മാറിയിട്ട ഒരു പോയിന്റ് ആണെങ്കിൽ PQ R എന്ന് മാർക്ക് ചെയ്യുക. Then with R as center and at a convenient radius draw an arc CB. അതേ റേഡിയസിൽ സിയിൽ കുത്തി വേറെ കട്ട് ചെയ്യുക, ഇതും കട്ട് ചെയ്യുക. 2 പോയിന്റ്സ് കിട്ടും, എയും ബിയും കിട്ടി. എയിലും ബിയിലും കുത്തിയിട്ട് 2 ആർക്ക് സെയിം റേഡിയസിൽ കട്ട് ചെയ്യുക. ആ ആർക്കും ആറും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെർപെൻഡിക്കുലർ കിട്ടും. എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആറില് നിന്ന് ലൈൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. How to trisect a right angle? Right angles means 90 degree angle ആണ്. 90 degree ആംഗിളിനെയാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുക. ആംഗിൾ POQ. This is right angle. ഇതിനെ ട്രൈസെക്ട് ചെയ്യണം. ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ട്രൈസെക്ട് എന്ന് പറയുന്നത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ ആംഗിളും 30 ഡിഗ്രി വീതമുള്ള 3 ആംഗിൾ ആയിട്ട് ചെയ്യണം. യൂസിങ് കോമ്പസ്. പ്രൊട്രാക്ടർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മുടെ കോമ്പസ് ഇതേപോലെ കോമ്പസ് ആണ്. കോമ്പസ് എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും. കോമ്പസ് എടുത്തിട്ട് ഇത് കേന്ദ്രമാക്കിക്കൊണ്ട്
ഇത് കേന്ദ്രമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. എത്രയെങ്കിലും ഡിസ്റ്റൻസിൽ ആർക്ക് ഇങ്ങനെ വരച്ചു. സെയിം റേഡിയസിൽ, അതേ റേഡിയസിൽ ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുക. അതേ റേഡിയസിൽ ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. അപ്പൊ രണ്ട് പോയിന്റ് കിട്ടി. ഫസ്റ്റ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ POQ വരച്ചു. ആൻഡ് വിത്ത് കൺവീനിയന്റ് റേഡിയസ്, കോമ്പസിൽ ഒരു ഇഷ്ടമുള്ള റേഡിയസ് എടുത്തിട്ട് O കേന്ദ്രമായിക്കൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. അതേ റേഡിയസിൽ ഇവിടെ കുത്തിക്കൊണ്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ കുത്തിക്കൊണ്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. 3 പോയിന്റിൽ കൂടി, ഈ പോയിന്റിൽ കൂടി ലൈൻ വരയ്ക്കുക. ഉണ്ടാവും. ഈ പോയിന്റിൽ കൂടി ലൈൻ ചെയ്യുക. അപ്പം ഈ റൈറ്റ് ആംഗിളിനെ ട്രൈസെക്ട് ചെയ്തു. ബൈസെക്ട് അല്ല, ബൈസെക്ട് ചെയ്യാൻ നമുക്കറിയാം, ട്രൈസെക്ട് ചെയ്യാൻ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ട്രൈസെക്ട് ചെയ്യുന്നത്, റൈറ്റ് ആംഗിളിനെ ട്രൈസെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് നമുക്ക് വീണ്ടും അല്ലെങ്കിൽ പിന്നീട് ഇത് പ്രയോജനം വരും. റൈറ്റ് ആംഗിൾ വരയ്ക്കുക, ഇഷ്ടമുള്ള ആർക്ക് വരയ്ക്കുക, അതേ ആർക്കിൽ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ആ പോയിന്റിൽ കൂടി ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിളിനെ ട്രൈസെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ അറിയാം. ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുന്നത്, ഒരു സൈഡ് തന്നിട്ടുണ്ടാവും. സപ്പോസ് വൺ സൈഡ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 40 mm. 40 mm ആണ് ഒരു സൈഡ് ABC എന്നുള്ള ട്രയാങ്കിളിന്റെ വൺ സൈഡ് ഈസ് 40 mm. ഡ്രോ ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ABC, C എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് AB ലെങ്ത്തിൽ കോമ്പസ് എടുക്കുക, കോമ്പസ് അളവെടുക്കുക, Aയിൽ കുത്തി ആർക്ക് വരയ്ക്കുക, ഇങ്ങനെ ആർക്ക് വരച്ചു. Bയിൽ കുത്തി അടുത്ത ആർക്കോട് കട്ട് ചെയ്യുക. ജോയിൻ ദീസ് പോയിന്റ്സ്. ABC, we will get the required triangle. Okay. Then ഒരു സ്ക്വയർ ആണ് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ 40 mm സൈഡുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ഹാവിംഗ് ലെങ്ത് ഈക്വൽ ടു 40 mm. തന്നിരിക്കുന്ന ഒരു സൈഡ് 40 mm ആയിരിക്കുന്ന വിധത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ലെറ്റ് ഇറ്റ് ബി PQ എന്നുള്ള പേര് കൊടുക്കുക. Pയിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ മെത്തേഡ് അനുസരിച്ച് Pയിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരച്ചു, അതിന്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. കോമ്പസിൽ PQ അളവെടുക്കുക, Pയിൽ കുത്തിക്കൊണ്ട് ഒരു ആർക്കിനെ കട്ട് ചെയ്യുക. PQ, അതിനെ S എന്ന് കൊടുക്കുക. സെയിം അളവ് Qയിൽ കുത്തുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. അതേപോലെ എസിൽ കുത്തുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. We will get the square PQRS. സ്ക്വയർ വരയ്ക്കാനും ട്രയാങ്കിൾ വരയ്ക്കാനും ഇത് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. We will study how to draw polygons. 3-ലധികം വശങ്ങളുള്ള ജാമിതീയ രൂപങ്ങളെയാണ് പോളിഗൺസ് എന്ന് പറയുക. 4 വശങ്ങളുണ്ടെങ്കിൽ അതിനെ സ്ക്വയർ എന്നോ റെക്ടാങ്കിൾ എന്നോ പറയും. എല്ലാ വശവും തുല്യമാണെങ്കിൽ അതിന് സ്ക്വയർ എന്ന് പറയുന്നു. 5 വശങ്ങളുണ്ടെങ്കിൽ പെന്റഗൺ, 6 വശങ്ങളുണ്ടെങ്കിൽ ഹെക്സഗൺ, so and so on. First we will study how to draw a pentagon and write a question. Construct a regular pentagon having one side 40 mm using 2 circles and an arc method
രണ്ട് സർക്കിളും ഒരു ആർക്കും എന്ന മെത്തേഡ് അനുസരിച്ചിട്ട് 40 mm സൈഡുള്ള ഒരു റെഗുലർ പെന്റഗൺ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ ദ ഗിവൺ സൈഡ്. 40 mm സൈഡ് ആദ്യമേ വരയ്ക്കുക. ആൻഡ് മാർക്ക് ഇറ്റ് ആസ് AB, PQ എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നൗ ഡ്രോ 2 circles with the radius equal to 40 mm and center A and B. അപ്പൊ സാധാരണ ഇതിൽ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതിൽ ലെഡ് ആണ് ഇട്ടിരിക്കുന്നത്, അത് ബോർഡിൽ തെളിയില്ല. പിന്നെ അതുകൂടാതെ ഇത് സ്ലിപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ ലിഡ് ആണ് ഉപയോഗിക്കുന്നത് സർക്കിൾ വരയ്ക്കാനായിട്ട്. വിത്ത് എ ആസ് സെന്റർ ആൻഡ് റേഡിയസ് ഈക്വൽ ടു AB, ഡ്രോ എ സർക്കിൾ. എ കേന്ദ്രമായിക്കൊണ്ട് AB റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. Similarly, with B as center, same radius. എയും ബിയും കേന്ദ്രമാക്കിക്കൊണ്ട് AB റേഡിയസിൽ 2 സർക്കിൾസ് വരയ്ക്കും. അപ്പൊ ഞാനത് ഒരു ചെറിയ തിരുത്തുകയാണ്. ഇത് AB എന്നുള്ള ലൈൻ ബ്ലൂ കളറിലാക്കുന്നു. ഞാൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് AB എന്നുള്ള ലൈൻ ബ്ലൂ കളറിൽ വരയ്ക്കുന്നു. AB എന്നുള്ള ലൈൻ ബ്ലൂയിൽ വരച്ചു. നമ്മൾ 2 സർക്കിൾ വരച്ചു. നൗ ഇനി ഒരു ആർക്ക് വരയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 2 സർക്കിൾ 2 പോയിന്റിൽ മീറ്റ് ചെയ്യും. അത് ജോയിൻ ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി P ആൻഡ് Q. ഈ 2 സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന 2 പോയിന്റ്സിനെ P എന്നും Q എന്നും കൊടുത്തു. ഫസ്റ്റ് AB വരച്ചു. A കേന്ദ്രമാക്കൊണ്ട് AB റേഡിയസിൽ ഒരു സർക്കിള്, B കേന്ദ്രമാക്കൊണ്ട് AB റേഡിയസിൽ another circle. The circles will intersect at 2 points P and Q. Join PQ and with the Q as center and same radius, draw an arc. Draw an arc. ആ ആർക്ക് എയിൽ കൂടിയും ബിയിൽ കൂടിയും പാസ് ചെയ്യും. With the Q as center and same radius, AB as radius, draw an arc. The arc will meet the circles at R and S and let it be T. PQ എന്നുള്ള ലൈനിനെ T എന്നുള്ള പോയിന്റിലും 2 സർക്കിളിനെ ആറിലും എസിലും ഈ ആർക്ക് ഇന്റർസെക്ട് ചെയ്യും. ജോയിൻ RT. RT ജോയിൻ ചെയ്യുക. RT ജോയിൻ ചെയ്തു. തിൻ ലൈൻസ് ഉപയോഗിച്ച് RT ജോയിൻ ചെയ്തു. സിമിലർലി ജോയിൻ BC. RT ജോയിൻ ചെയ്തു, അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. സിമിലർലി ST ജോയിൻ ചെയ്യുക, അത് സർക്കിളിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. 2 സർക്കിൾസ് വരച്ചു. സർക്കിൾസ് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. PQ. ആ PQ എന്നുള്ള 2 പോയിന്റ്സ് കിട്ടി കഴിഞ്ഞാൽ Q കേന്ദ്രമായിക്കൊണ്ട് സെയിം റേഡിയസിൽ ഒരു ആർക്ക് വരച്ചു. ദാറ്റ് ആർക്ക് വിൽ ഇന്റർസെക്ട് ഫസ്റ്റ് സർക്കിൾ അറ്റ് R, സെക്കൻഡ് സർക്കിൾ അറ്റ് S ആൻഡ് ദ ലൈൻ അറ്റ് T. STയും RTയും ജോയിൻ ചെയ്തു, അതാത് സർക്കിളിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ കിട്ടിയ പോയിന്റിനെ C എന്ന് മാർക്ക് ചെയ്യുന്നു, ഇതിനെ E എന്നും മാർക്ക് ചെയ്യുന്നു. Now join BC.
BC join ചെയ്യുക. Similarly join AE. AE join ചെയ്തു. Now ഇപ്പൊ 1 2 3 സൈഡായി. നാലാമത്തെ അഞ്ചാമത്തെ സൈഡ് കിട്ടാൻ AB റേഡിയസിൽ C കേന്ദ്രമായിക്കൊണ്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക. സിമിലർലി ഈ കേന്ദ്രമായിക്കൊണ്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യുക. അതിനെ D എന്ന് കൊടുക്കുക. D എന്ന് മാർക്ക് ചെയ്യുക. അത് ജോയിൻ ചെയ്യുക. ഞാൻ വേറെ കളർ കൊണ്ട് നന്നായിട്ടൊന്ന് കാണിക്കാം. This is the required pentagon using two circles and arc method. രണ്ട് സർക്കിളും ഒരു ആർക്കും ഉപയോഗിച്ച് ഒരു പെന്റഗൺ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഡ്രോ ദ ഗിവൺ സൈഡ് AB എന്നുള്ള സൈഡ് വരയ്ക്കുക. വിത്ത് A as center and radius equal to AB, draw a circle. Similarly with B as center and radius equal to AB, draw another circle. രണ്ട് സർക്കിളും P എന്നുള്ളിടത്തും Q എന്നുള്ളിടത്തും ഇന്റർസെക്ട് ചെയ്യുന്നു. P and Q അത് ജോയിൻ ചെയ്തു. Then with Q as center, same radiusൽ അടുത്തൊരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ഫസ്റ്റ് സർക്കിളിനെ R എന്നുള്ള പോയിന്റിലും സെക്കൻഡ് സർക്കിളിനെ S എന്നുള്ള പോയിന്റിലും കട്ട് ചെയ്തു. പിന്നെ ഈ ലൈനിനെ T എന്നുള്ള പോയിന്റിൽ കട്ട് ചെയ്തു. RT ജോയിൻ ചെയ്യുക. അത് സർക്കിളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. സിമിലർലി ST ജോയിൻ ചെയ്യുക, സർക്കിളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അവിടെ കിട്ടുന്ന പോയിന്റ്സിനെ C എന്നും E എന്നും മാർക്ക് ചെയ്യുക. ദെൻ അടുത്ത അഞ്ചാമത്തെ പോയിന്റ് കിട്ടാനായിട്ട് AB റേഡിയസിനെ Cയിൽ കുത്തുക. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ജോയിൻ ദീസ് പോയിന്റ്സ്, വി വിൽ ഗെറ്റ് ദ റിക്വയർഡ് പെന്റഗൺ. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് ഈസ് 3 ആർക്ക് മെത്തേഡ്. രണ്ട് സർക്കിളും ഒരു ആർക്ക് ഉപയോഗിച്ച് പെന്റഗൺ കൺസ്ട്രക്ട് ചെയ്തു. നെക്സ്റ്റ് മെത്തേഡ് 3 ആർക്ക് അനുസരിച്ചിട്ട് അല്ലെ 3 ആർക്ക് ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന സൈഡ് ഉള്ള ഒരു പെന്റഗൺ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ റെഗുലർ പെന്റഗൺ. One side equal to 40 mm using 3 arc method. മൂന്ന് ആർക്ക് ഉപയോഗിച്ച് construct a regular pentagon. One side equal to 40 mm using 3 arc method. അപ്പോ ആസ് യൂഷ്വൽ തന്നിരിക്കുന്ന സൈഡ് ആദ്യം വരയ്ക്കുക. ഡ്രോ ദ ഗിവൺ സൈഡ് AB 40 mm പരിണാമത്തിൽ 40 മില്ലിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് AB വരയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഡ്രോ ദ ബൈസെക്ടർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് A കുത്തി എയിൽ കൂടുതൽ എയുടെ പകുതിയിൽ കൂടുതൽ അളവെടുക്കുക. ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി ഇവിടെ ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ജോയിൻ ചെയ്യുക. We will get the perpendicular bisector. Let it be C. C എന്നുള്ള പോയിന്റ് കിട്ടി. Now draw perpendicular at B. B എന്നുള്ള ലൈനിൽ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് അനുസരിച്ചിട്ട്
പെർപെൻഡിക്കുലർ വരച്ചു. ഇനി അതിനെ എ ബിക്ക് തുല്യമാവണം. എ ബി കോമ്പസിൽ എടുക്കുക, ബിയിൽ കുത്തിയിട്ട് ആർക്ക് എ ബി കോമ്പസ് എടുത്തു, ബിയിൽ കുത്തി, ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. ദിസ് ഈസ് ഫസ്റ്റ് ആർക്ക് ബി സി എ ബി സി ഡി. ഓക്കെ, ഫസ്റ്റ് എ ബി വരച്ചു, എ ബിയുടെ ബൈസെക്ടർ വരച്ചു, ദെൻ ബിയിൽ പെർപെൻഡിക്കുലർ വരച്ചു, അതിനെ ബി ഡി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, such that AB equal to BD. Now, with C as center and CD as radius, ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. സിയിൽ കുത്തി CD റേഡിയസിൽ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി CB എന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. It will meet at E. E എന്നുള്ള പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇനി എ ഇ എന്നുള്ള അകലം കോമ്പസിൽ എടുക്കുക. എ ഇ അകലം കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. മൂന്നാമത്തെ ആർക്കായി ഫസ്റ്റ് ആർക്ക് ഇവിടെ വരച്ചു, സെക്കൻഡ് ആർക്ക് സി കേന്ദ്രമാക്കി സി ഡി റേഡിയസിൽ ആർക്ക് വരച്ചു, ഇ എന്നുള്ള പോയിന്റ് കിട്ടി. നൗ എ ഇ എന്നുള്ള റേഡിയസിൽ എടുത്തുകൊണ്ട് എ കുത്തി അടുത്ത മൂന്നാമത്തെ ആർക്ക് വരച്ചു. അപ്പൊ 3 ആർക്ക് നമ്മൾ വരച്ചു. എ ബി ആണ് നമ്മുടെ തന്നിരിക്കുന്ന സൈസ്. നൗ എ ബി എന്നുള്ളത് തന്നെ കോമ്പസിൽ എടുക്കുക, ബി കേന്ദ്രമായിക്കൊണ്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്യാം. ബി കേന്ദ്രമായി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, എ ബി സി ഡി ഇ എഫ്. വി വിൽ ഗെറ്റ് എ പോയിന്റ് എഫ്. ജോയിൻ ബി എഫ്. ബി എഫ് എന്നുള്ള പോയിന്റ് ജോയിൻ ചെയ്യുക. Similarly, with B as center and radius equal to AE, AE ഇത്ര റേഡിയസ് എടുത്തത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. And AB as radius and with A as center ഇവിടെ ആർക്കിനെ കട്ട് ചെയ്യുക. We will get another point. Similarly, B കേന്ദ്രമായിക്കൊണ്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. എ ഇ റേഡിയസിൽ എ കേന്ദ്രമായിക്കൊണ്ട് അതേ റേഡിയസിൽ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. We will get the fifth side. ഇങ്ങനെ പെന്റഗൺ കിട്ടും. അല്പം കൂടി ക്ലിയർ ആവും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അളവെടുത്ത് വരയ്ക്കുമ്പോൾ. ഞാനിപ്പോ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് draw the given side. First draw the given side AB. Then draw the perpendicular bisector of AB using compass. AB യുടെ പകുതിയിൽ കൂടുതൽ അളവെടുത്തിട്ട് ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. Similarly another arc here. Join these points. We will get a point C here. It will be the bisector of AB. Now draw a perpendicular. P യിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിന്റെ അളവൊന്നും നമ്മൾ നോക്കുന്നില്ല, അളവെടുക്കണം. Then AB കോമ്പസിൽ എടുക്കുക, B കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ പോയാൽ മതി, ഈ ആർക്കാണ്. ഡി കേന്ദ്രമായിക്കൊണ്ട് അതിനെ ഡി എന്ന് പേര് കൊടുക്കുക. മാർക്ക് ഇറ്റ് ആസ് ഡി സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി ഡി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആർക്ക് വരച്ചു. Then with C as center and CD as radius, draw an arc here. With C as center and CD as radius, draw an arc like this. Extend AB to meet the arc at E. AB extend here. E will meet you. Now take the distance AE. AE കേന്ദ്രമായിക്കൊണ്ട്
എ കേന്ദ്രം കൊണ്ട് ഒരു ആർക്കിനെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ആർക്ക്, മൂന്നാമത്തെ ആർക്കായി. ഓക്കെ, എ ഈ റേഡിയസിൽ എ കേന്ദ്രമാക്കൊണ്ട് ഒരു ആർക്ക്, അടുത്ത മൂന്നാമത്തെ ആർക്ക് വെച്ചു. സെയിം തന്നെ ബി കേന്ദ്രമാക്കൊണ്ട് അതേപോലെ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. അതേ റേഡിയസ് ആർക്ക് കട്ട് ചെയ്തു. ഇനി എ ബി കോമ്പസിൽ എടുക്കുക. എ കേന്ദ്രമാക്കൊണ്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യുക, ബി കേന്ദ്രമാക്കൊണ്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യുക. അവിടെ ഈ എഫ് എന്ന് കൊടുക്കുക, ബി എഫ് ജോയിൻ ചെയ്യുക, ബി എഫ് ജോയിൻ ചെയ്യുക, എഫ് ജി എച്ച്, ഇത് എച്ച് എന്നും കൊടുക്കുക, എ എച്ചും ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ കോമ്പസിൽ എ ഇ എന്നുള്ള റേഡിയസ് എടുക്കുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി ബി കേന്ദ്രമാക്കി ഈ ആർക്കിനെ കട്ട് ചെയ്യുക. ജോയിൻ ദീസ് ലൈൻസ്, ജോയിൻ ദീസ് പോയിന്റ്സ്. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെന്റഗൺ ഇ എഫ് ജി എച്ച്, എ ബി എഫ് ജി എച്ച്, അതാണ് നമുക്ക് വേണ്ട റിക്വയർഡ് പെന്റഗൺ യൂസിങ് 3 ആർക്ക് മെത്തേഡ്. ഫസ്റ്റ് ആർക്ക് ഇത്, സെക്കൻഡ് ആർക്ക് ഇത്, മൂന്നാമത്തെ ആർക്ക് ഇത്. 3 ആർക്ക് കൊണ്ട് പെന്റഗൺ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.